കനത്ത മഴയിൽ തളിപ്പറമ്പ് കരിമ്പത്ത് വീട്ടുമതിൽ തോട്ടിലേക്കിടിഞ്ഞു. തിങ്കളാഴ്ച രാവിലെയാണ് കരിമ്പം സ്വദേശിയായ AV ഷാജിയുടെ വീട്ടുമതിൽ തകർന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കരിമ്പത്ത് ഈ തോടിന് സമീപമുള്ള ഈ വീടിന്റെ മതിലിടിഞ്ഞ് തോട്ടിലേക്ക് വീണിരിക്കുന്നത്. വലിയൊരു അപകടാവസ്ഥയാണുള്ളത്. ഈ വീട് ഉൾപ്പെടെ വലിയൊരു അപകട ഭീഷണിയിലാണ് നിലവിലുള്ളത്. ശക്തമായ മഴ തുടരുന്നതിനിടെ തളിപ്പറമ്പ് കരിമ്പത്ത് AV ഷാജിയുടെ വീട്ടുമതിലാണ് തോട്ടിലേക്ക് ഇടിഞ്ഞു വീണത്. വീടിന്റെ പുറകുവശത്തുകൂടി ശക്തമായി ഒഴുകുന്ന തോടിനോട് ചേർന്നാണ് മതിലുള്ളത്. മതിൽ തകർന്നതോടെ വീടിനും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അടുക്കള ഭാഗത്തെ ടൈലുകളിലും മറ്റും വിള്ളലുണ്ടായിട്ടുണ്ട്. ഇടിഞ്ഞ മതിലിന് കഴിഞ്ഞ ദിവസം മുതൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഏറെ ഭീതിയോടെയാണ് കുടുംബം കഴിഞ്ഞത്. പഞ്ചായത്ത് അധികൃതർ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച പെയ്ത കനത്ത മഴയിലാണ് രാവിലെയോടെ മതിൽ തകർന്നു വീണത്. ഇതോടെ വീടും അപകട ഭീഷണിയിലായി. മതിലിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന സ്റ്റീൽ സുരക്ഷാ കവചവും തകർന്നിട്ടുണ്ട്. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ എത്തി സ്ഥലം സന്ദർശിച്ചു. കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാവുമെന്ന് വാർഡ് മെമ്പർ P. അശോകൻ പറഞ്ഞു. ഇന്നലെ തന്നെ നമ്മൾ ചെറിയൊരു വിള്ളൽ നമ്മൾ കണ്ടിരുന്നു. എങ്കിലും പഞ്ചായത്ത് അധികൃതരും ഒക്കെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിലാണ് മതിൽ പൂർണ്ണമായും തോട്ടിലേക്ക് മറിഞ്ഞു വീണത്. അതുപോലെ വീടിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്ത് അധികൃതരും ഇവിടെ സന്ദർശിക്കുകയും വേണ്ട നടപടികൾ എടുക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തോട്ടിലെ മരങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കാൻ ഇറിഗേഷൻ വകുപ്പ് അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും ഇതാണ് വെള്ളം തടസ്സപ്പെട്ട് വിവിധ ദിശകളിലേക്ക് ഒഴുകാൻ കാരണമായതെന്നും ഇത് മതിൽ തകരാൻ ഇടയാക്കിയെന്നുമാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. നമ്മൾ ഈ തോടിൻ്റെ അവസ്ഥ ഓരോ വെള്ളം കഴിയുന്തോറും വെള്ളത്തിന് ഒഴുകാൻ ഉള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. കാരണം വെച്ചാൽ തോടിൽ മരങ്ങൾ തലങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഈ കാണുന്ന ഭാഗത്ത് തന്നെ 2 വലിയ മരങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് താഴോട്ട് മുഴുവൻ മരങ്ങളാണ്. അപ്പോൾ വെള്ളത്തിന് ഒഴുകാനുള്ള സാധ്യതയില്ല. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ക്ലബ്ബും DYFI എല്ലാം ചേർന്നിട്ട് കുറേ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് വെള്ളത്തിന് ഒഴുകാനുള്ള സ്ഥലമാക്കിയിട്ടുണ്ട്. അതുപോരാ, വ്യാപകമായിട്ട് തോടിൻ്റെ താഴെ ഭാഗം വരെ വൃത്തിയാക്കണം എന്നാണ് നമുക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. സമീപത്തെ മറ്റൊരു വീടിന്റെ മതിൽ കൂടി ഇടിഞ്ഞേക്കാമെന്ന അവസ്ഥയിലാണ്. നിലവിൽ കുടുംബം ഇവിടെ നിന്നും ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. കാലവർഷം എത്തുന്നതിന് മുൻപേ തന്നെ ഈ തോടിലുള്ള ഈ മരങ്ങളൊന്നും തന്നെ നീക്കം ചെയ്തിട്ടില്ലെന്ന പരാതിയാണ് വ്യാപകമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപകടങ്ങൾക്ക് വഴിവെച്ചതെന്നുമുള്ള പരാതി ഉയരുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം വേണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിമൽ ചെടിച്ചേരിക്കൊപ്പം ഷരിമരാജൻ, കണ്ണൂർ വിഷൻ.